തുടരുന്ന ആജ്ഞ ശ്രീ ജോർജ് ജോസഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ. ജോർജ് ജോസഫ്, നമുക്കറിയാം 2018 നടന്ന ഒരു സംഭവമാണ്. 8 വർഷമായി ഈ കേസിൽ നടന്ന ഒരുപാട് നാടകീയ സംഭവ വികാസങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, സമാനതകളില്ലാത്തൊരു കേസായിരുന്നു. അതിനുശേഷം സാക്ഷികളുടെ കൂറുമാറ്റങ്ങൾ, അങ്ങനെ ഇനിയും സംഭവിക്കാനുള്ളതിന്റെ അന്തിമവാദമാണ്. അവിടെയും നാടകീയ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ പറഞ്ഞതുപോലെ ഒരുപാട് തെളിവുകൾ ഇതിനകം തന്നെ കോടതിക്ക് മുന്നിലുണ്ട്. ഇതൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട പ്രതികളെ ശിക്ഷിക്കത്തക്ക വിധത്തിൽ, നീതിയുക്തം ശിക്ഷിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിയെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? കോടതിക്ക് മുമ്പിൽ അതൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ കോടതി എങ്ങനെയാണ് അത് കാണുന്നത് നമുക്ക് പറയാൻ ഒക്കില്ല. കോടതിക്കകത്തിരുന്ന ഒരു തൊണ്ടി സാധനത്തിൽപ്പെട്ട അതിന് ചില രൂപമാറ്റങ്ങൾ സംഭവിച്ചു. എന്തായാലും 3 കോടതി വെച്ച് അത് പരിശോധിക്കപ്പെട്ടു. ആ ദൃശ്യം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അങ്കമാലിയിലും പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി എറണാകുളത്തും അഡീഷണൽ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ട്രയൽ കോടതി നേരത്തെ നടത്തിയ ആ സമയത്ത് 3 സ്ഥലത്ത് വെച്ചിട്ട് ഇതിന്റെ ദൃശ്യങ്ങൾ അത് ആരോ ടാമ്പർ ചെയ്തിരിക്കുന്നു, അത് പരിശോധിച്ചിരിക്കുന്നു. അപ്പം അതിന് ഇന്ന് വരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കോടതിക്ക് അകത്തിരിക്കുന്ന തൊണ്ടി സാധനത്തിന് സുരക്ഷിതത്വമില്ല. അതാരെങ്കിലും ടാമ്പർ ചെയ്യുകയോ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോലീസല്ല ഉത്തരവാദി, കോടതി തന്നെയാണ് അത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ പരാതി ഏതായാലും അതിജീവിതയുടെ പേരിൽ കോടതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ലോവർ കോടതിയിലും കൊടുത്തു, ഹൈക്കോടതിയിലും കൊടുത്തു, സുപ്രീം കോടതി വരെ കൊടുത്തിരിക്കുന്നു. രാഷ്ട്രപതിയെ സമീപിച്ചു. ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതി സമീപിച്ചിരിക്കുകയാണ്. പക്ഷെ രാഷ്ട്രപതിക്ക് അതിൻ്റെ അകത്ത് ഒരു റോള് അത്ര നമ്മൾ ഈ കോടതിയുടെ അത്ര ഇല്ല. അത് ഒരു സജഷൻ പരിശോധിക്കണമെന്ന് സുപ്രീം കോടതിയിലോ അല്ല ഹൈക്കോടതിയിലോ നിർദ്ദേശിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു തീരുമാനം എടുത്ത് കോടതി അത് ബൈൻഡിങ് അല്ല. അപ്പൊ രാഷ്ട്രപതിക്ക് കൊടുത്ത പരാതി രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ റിമാർക്സ് സഹിതം സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ അയക്കാം, എന്നിട്ട് എന്തെങ്കിലും നോക്കാം. പക്ഷെ ഇതിനകത്ത് പൾസർ സുനിയുടെ മൊഴി, അയാളുടെ ഇനിയുള്ള റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അയാള് സത്യം പറയാൻ റെഡിയാണ്, അതിന്റെ കാരണക്കാരൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞാല് കോടതി അത് പരിഗണിക്കാതിരിക്കാൻ ഒക്കില്ല. അല്ല, അവിടെയാണ് ശ്രീ ജോർജ് ജോസഫ്, കഴിഞ്ഞ ദിവസം നമ്മുടെ നടി ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജിയുമായി, അതൊരു കോടതിയലക്ഷ്യ ഹർജിയാണ്, ആ ഹർജിയുമായി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ മുന്നിലുണ്ട്. അത് മുൻ ജയിൽ മേധാവിയും മുൻ DGPയുമായ ആർ ശ്രീലേഖയ്ക്കെതിരെയാണ്. നടി ആക്രമിക്കുമ്പോൾ നമുക്കറിയാം ജയിൽ മേധാവിയാണ് ശ്രീലേഖ. അവർ പക്ഷെ ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കുകയാണ്. ദിലീപിനെതിരെയുള്ള പല തെളിവുകളും പോലീസ് കെട്ടിച്ചമച്ചാണെന്ന് പറയുന്നു. ഈ കത്തയച്ചത് പോലും പൾസർ സുനിയല്ല, മറ്റൊരു സഹതടവുകാരനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പോലീസ് സേനയ്ക്കുള്ളിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പം, അഭിപ്രായ വ്യത്യാസം, അതൊക്കെ പുറത്തു വരികയാണ്. അത് ശരിയാണ്. അവരതിന് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് അവരുടെ വ്യക്തിപരമായ കോടതിയിലെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തില് പ്രതിയോ വാദിയോ ആരെ അനുകൂലിച്ച് അല്ല, വസ്തുതകൾ നമുക്ക് പറയാം. പ്രത്യേകിച്ച് പ്രതിയെ സപ്പോർട്ട് ചെയ്ത് ഒരു ജയിൽ മേധാവി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അനുചിതമായി പോയി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അവരുടെ പൊസിഷൻ വെച്ചിട്ട് അവർക്ക് ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ കാര്യം നോക്കാനുള്ള അവകാശമേ ഉള്ളൂ, ലീഗലായിട്ട് അങ്ങനെയുള്ള റൈറ്റേ ഉള്ളൂ. ആ സമയത്ത് ഇതിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറഞ്ഞതും അവിടെ ഒരാൾ നിരപരാധിയാന്ന് പറയുന്നതൊക്കെ ഒരിക്കലും അതൊരു നല്ലൊരു തീരുമാനമല്ല. അതൊരു ദുഷ്ടലാക്കോടുകൂടെ തന്നെ പറഞ്ഞു പോയി എന്ന് പറയേണ്ടി വരും. ശരി, നന്ദി ജോർജ് ജോസഫ്. അഡ്വക്കേറ്റ്